ലോകമിന്ന് മാറ്റങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു വഴിത്തിരിവിലാണ്. ഒരു വശത്ത് സാങ്കേതികവിദ്യയും ശാസ്ത്രവും മനുഷ്യജീവിതത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കുമ്പോൾ, മറുവശത്ത് യുദ്ധങ്ങളും രാഷ്ട്രീയ അസ്ഥിരതകളും മാനുഷിക പ്രതിസന്ധികളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത നിഴൽ വീഴ്ത്തുന്നു. ഹമാസ് നേതാക്കളുടെയും അവരുടെ അനുയായികളുടെയും പ്രസ്താവനകളും എഴുത്തുകളും പരിശോധിച്ചാൽ രക്തസാക്ഷിത്വത്തിന്റെ പേരിൽ സ്വന്തം ജനതയെ മരണത്തിലേക്ക് തള്ളിവിടുവാനുള്ള നിരന്തരമായ പ്രേരണ കാണാൻ കഴിയും. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഇതിൽ ഉൾപ്പെടുന്നു. വീരത്വത്തിന്റെയും ധീരതയുടെയും ഒരു വ്യാജ ചിത്രമാണ് ഹമാസ് നിർമ്മിക്കുന്നത്. എന്നെ കൊല്ലൂ, എൻ്റെ കുട്ടികളെ കൊല്ലൂ, എൻ്റെ കുടുംബത്തെ കൊല്ലുവെന്ന് ഹമാസ് തീവ്രവാദികളോ നേതാക്കളോ പ്രചാരകരോ ആരും തന്നെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പകരം ഈ രീതിയിലുള്ള മരണത്തിനായുള്ള ആഹ്വാനം എപ്പോഴും സാധാരണ പാലസ്തീനികൾക്ക് നേരെയാണ് നീട്ടുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളിലും ദരിദ്ര പ്രദേശങ്ങളിലും കഴിയുന്നവരും തകർന്ന കുടുംബങ്ങളിലെ കുട്ടികളുമാണ് ഇതിന്റെ ഭാരം ചുമക്കുന്നത്. ഇവരെ മറയാക്കി ഹമാസ് യുദ്ധം ചെയ്യുന്നു. അതേസമയം ഉന്നത നേതാക്കളുടെയും പ്രധാന പ്രവർത്തകരുടെയും കുടുംബങ്ങളെ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റുന്നു. അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള ഈ വലിയ വ്യത്യാസം വ്യക്തമായ ഒരു ധാർമ്മിക തകർച്ചയെ വെളിപ്പെടുത്തുന്നു. സുരക്ഷിതമായ അകലത്തിലിരുന്ന് ത്യാഗത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഈ രീതി ഇന്നത്തെ പാലസ്തീൻ യാഥാർത്ഥ്യത്തിലെ ഏറ്റവും ഇരുണ്ട വശങ്ങളിലൊന്നാണ്. ഗാസയിലെ കുടുംബങ്ങൾ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുഴിച്ചുമൂടപ്പെടുമ്പോൾ ഹമാസ് നേതാക്കളുടെ ഭാര്യമാരും മക്കളും അയൽ രാജ്യങ്ങളിലെ ഹോട്ടലുകളിൽ കഴിയുന്നു. അതിനുശേഷം ഇതേ ആളുകൾ ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും വന്ന് പാലസ്തീൻ ജനതയോട് യുദ്ധം ചെയ്ത് കൊല്ലപ്പെടാൻ ആഹ്വാനം ചെയ്യുന്നു. മനുഷ്യരുടെ പേരുകളും മുഖങ്ങളെയും ജീവിതത്തെയും കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഒരു സ്പ്രെഡ്ഷീറ്റിലെ അക്കങ്ങൾ വായിക്കുന്നത് പോലെയാണ് അവർ ഇതിനെ കാണുന്നത്. അവർ പ്രസംഗിക്കുന്നതും ജീവിക്കുന്നതും തമ്മിലുള്ള ഈ പൊരുത്തക്കേട് കേവലം വ്യക്തിപരമായ കാപട്യമല്ല, മൃതദേഹങ്ങൾക്കും തകർച്ചകൾക്കും മുകളിൽ കെട്ടിപ്പൊക്കിയ ലാഭകരമായ ഒരു കച്ചവടമായി ഇത് മാറ്റിയിരിക്കുന്നു. തങ്ങളുടെ സ്വന്തം ജനതയുടെ മരണത്തിൽ സന്തോഷം കണ്ടെത്തുകയും കൂടുതൽ ദുരന്തങ്ങൾക്കായി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഈ വ്യക്തികളുടെ മാനസികാവസ്ഥ അത്ഭുതപ്പെടുത്തുന്നതാണ്. സ്വന്തം കുഞ്ഞിന്റെ പേര് ഒരിക്കലും രക്തസാക്ഷികളുടെ പട്ടികയിൽ വരില്ലെന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നത്. ഇതൊരു അബദ്ധമോ താൽക്കാലിക തന്ത്രമോ അല്ല. ഹമാസ് കൂലിപ്പടയാളികൾ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത നയമാണ്. സൈനിക വിജയം നേടാനല്ല, മറിച്ച് ആ മൃതദേഹങ്ങളെ അന്താരാഷ്ട്ര സഹതാപം നേടാനും ഇസ്രായേലിന് മേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താനുമുള്ള ഉപകരണങ്ങളാക്കി മാറ്റാനാണ് ഇവരുടെ ശ്രമം. സിവിൽ ജനതകൾക്കിടയിൽ ഒളിച്ചിരുന്ന് ആക്രമണം നടത്തിയ ശേഷം ജനതകളെ അവർ കവചമാക്കുന്നു. ഹമാസ് നേതാക്കൾ തന്നെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ഒന്നടങ്കം നശിക്കുവാൻ തയ്യാറാണെന്നും അവസാന കുഞ്ഞുവരെ കൊല്ലപ്പെട്ടാലും പിന്മാറില്ലെന്നും യഹ്യ സിൻവർ പ്രഖ്യാപിച്ചിരുന്നു. മരണം എന്നത് തടയേണ്ട ഒന്നല്ല, മറിച്ച് സ്വീകരിക്കേണ്ട ഒന്നാണെന്ന മട്ടിലുള്ള മതപരമായ കഥകളും പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഇവർ പ്രചരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഹമാസും അനുയായികളും രാഷ്ട്രീയവും ധാർമ്മികവുമായ കാപട്യത്തിന്റെ വ്യക്തമായ ഉദാഹരണമായി മാറിയിരിക്കുന്നു. അവർ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോഴും പക്ഷേ അത് എപ്പോഴും മറ്റൊരാളുടെ മേൽ പതിക്കുന്നുവെന്നാണ് അവർ ഉറപ്പാക്കുന്നത്. സാധാരണ പാലസ്തീനികളുടെ ജീവിതം അവർ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ചെലവഴിക്കുവാനുള്ള നാണയം മാത്രമാണ്. മനുഷ്യജീവന് ഏതൊരു യുദ്ധത്തെക്കാളും വിലയുണ്ടെന്നും ഹമാസ് ഗാസയിൽ സാധാരണക്കാരെ മറയാക്കി ആഗോളതലത്തിൽ സഹതാപം നേടിയെടുക്കുവാനുള്ള യുദ്ധതന്ത്രമാണ് മെനയുന്നതെന്ന് മനസാക്ഷിയുള്ള ഓരോരുത്തരും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.